ഹലോ എവരിവൺ, ഇത് നമ്മുടെ കൂടെയുള്ളത് റിയോണയാണ്. റിയോണ ജർമ്മനി ഹൗസ്ബിൽഡിംഗ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി വിസ കിട്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് റിയോണയുടെ തന്നെ ചോദിച്ചറിയാം. കൺഗ്രാറ്റുലേഷൻസ് റിയോണ. താങ്ക് യു. ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രോ പറയാമോ? മൈസെൽഫ് റിയോണ. എൻ്റെ വീട് എറണാകുളമാണ്. എറണാകുളത്ത് കോതമംഗലത്താണ്. ഞാൻ +2 2022 പാസ്സായി. 2023 ഞാൻ ജർമ്മൻ പഠിച്ചത്. 2023 എൻഡോടെ എനിക്ക് B2 മോഡ്യൂൾസ് പാസ്സായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിഗ്മിയിൽ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, ജർമ്മനിയിലെ ഹൗസ്ബിൽഡിംഗ് നഴ്സിംഗ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രിയിലേക്ക് എത്തിപ്പെട്ടത്? എനിക്ക് പണ്ട് മുതലേ നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ചേച്ചി നാട്ടിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് എനിക്ക് നാട്ടിൽ പഠിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അപ്പം എബ്രോഡ് എവിടെയെങ്കിലും പഠിക്കണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ ഒക്കെ വഴി ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് സ്റ്റൈഫൻ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് കൊണ്ടും അഫോർഡബിൾ ആയിട്ട് ഉണ്ടായതുകൊണ്ടും ഞാൻ ജർമ്മൻ നഴ്സിംഗ് ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ജർമ്മൻ ഏത് ലെവൽ വരെയാണ് മോൾ പഠിച്ചത്? ഞാൻ കറൻ്റ്ലി 3 മോഡ്യൂൾസ് പാസ്സായിട്ടുണ്ട്. ബട്ട് ഞാൻ 2 മോഡ്യൂൾസ് വെച്ചിട്ടാണ് പിഗ്മിയിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? പിഗ്മിയെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? എൻ്റെ ഒരു മാം വഴിയാണ് ഞാൻ പിഗ്മിയെ അറിഞ്ഞത്. ഞാൻ B2 പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മാം വഴി. മാം ഇവിടെ നിന്നാണ് പിഗ്മി വഴിയാണ് പ്രോസസ്സിങ് ചെയ്തത്. അപ്പം ഒരു പോസിറ്റീവ് റിവ്യൂ വന്നത് കിട്ടിയതുകൊണ്ട് ഞാൻ പിഗ്മി ചൂസ് ചെയ്തു. പിന്നെ ഫീസൊക്കെ അഫോർഡബിൾ ആയതുകൊണ്ടും. വേറെ ഏജൻസീസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ 2 മോഡ്യൂൾസ് വെച്ചിട്ട് ഇവിടെ വന്നെങ്കിലും പിന്നെ ഫുൾ മോഡ്യൂൾസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു ഏജൻസിയിൽ അത് കഴിഞ്ഞ് കൊടുത്തായിരുന്നു. പക്ഷേ അവിടുന്ന് പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് കൊടുത്തു. ഇപ്പോൾ കറൻ്റ്ലി ഫുൾ മോഡ്യൂൾ ആണോ അല്ലെങ്കിൽ 3 മോഡ്യൂൾ? എനിക്കിപ്പോൾ 3 മോഡ്യൂൾ. ഞാൻ 3 മോഡ്യൂൾ വെച്ചിട്ടാണ് വിസ കൊടുത്തതും വിസ കിട്ടിയതും. ഇന്റർവ്യൂസ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഇവിടേക്ക് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫുൾ മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് എംപ്ലോയർ ഇൻ്റർവ്യൂ കിട്ടുള്ളൂ എന്നാണ്. ബട്ട് ഞാൻ കൊടുത്തൊരു 1 മാസം ആയില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് എംപ്ലോയർ ഇൻ്റർവ്യൂ 2 മോഡ്യൂൾ വെച്ച് തന്നെ എംപ്ലോയർ ഇൻ്റർവ്യൂ കിട്ടി. പിന്നെ വിസ ആകുമ്പോഴേക്കും ഫുൾ മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കണം പറഞ്ഞു. ബട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 3 മോഡ്യൂൾ വെച്ച് ഓക്കെ ആയി ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് വൺസ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നേരെ ഇന്റർവ്യൂയിലേക്ക് പോവാണോ ചെയ്തത്, അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പ്രിപ്പറേഷൻ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും തന്നിരുന്നോ? നമുക്ക് 2 പ്രിപ്പറേഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ജർമ്മനിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാംഗ്വേജ് അസസ്മെന്റ് ഇൻ്റർവ്യൂ, മെയിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് പ്രിപ്പറേഷൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളോട് ചോദിച്ചത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, വൺസ് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോൺട്രാക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ടൈം എടുത്തിരുന്നോ? ഇല്ല, ഒരു 1 മന്തിനുള്ളിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. 2 വീക്സിനുള്ളിൽ വരും, 1 വീക്കിനുള്ളിൽ വരും, അങ്ങനെ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, കോൺട്രാക്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വിസ പ്രൊസീജിയേഴ്സിലേക്കാണ് അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ വന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് എല്ലാം PDF ആയിട്ട് ഫോൺ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇല്ലെങ്കിൽ അവരപ്പം തന്നെ വിളിച്ച് ചോദിക്കും, നമുക്ക് അയച്ചു തരാൻ പറഞ്ഞ്. അപ്പം അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് വിസയുടേത് സെപ്പറേറ്റ് ആയിട്ട് കോപ്പീസ് ആണെങ്കിൽ അങ്ങനെ കോപ്പീസ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കോൺട്രാക്റ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് ഡിലേ വന്നിരുന്നോ? ഇല്ല, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആദ്യമേ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നെങ്കിലും 2 days കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആണെന്ന് പറഞ്ഞ്. അപ്പം നിത മാം തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. നമ്മൾ ഫോൺ വഴി അപ്ലൈ ചെയ്തെങ്കിലും ഇപ്പം ഓരോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ 3 മൊഡ്യൂൾ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നോ വിസ കിട്ടുമെന്നുള്ളത്? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആദ്യമേ ഫുൾ മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കണം വിസയ്ക്ക് മുന്നേ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. വിസ കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ 2 വീക്സിനുള്ളിൽ എനിക്ക് വിസ കൈ കിട്ടി. എംപ്ലോയ്മെന്റ് സൈഡിൽ നിന്ന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് കോൺട്രാക്ട് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഓക്കെ, റിയോണ ഇനിഷ്യലി വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് B2 ഫുൾ മോഡ്യൂൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഹൗസ് ബിൽഡിംഗ് എന്ന സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ബട്ട് പിങ് വഴി അതെനിക്ക് സാധിച്ചു. ആൻഡ് താങ്ക് യു പിങ് മീ ഫോർ യുവർ ഗൈഡൻസ് ആൻഡ് ഹെൽപ്പ്.